ഗായ്സ്, വെൽക്കം ടു വീഡിയോ ഫാമിലി. നമ്മളുടെ ടൂറ് പോകാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി. പിന്നെ അടുത്ത ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ പോവുകയാണ്. അങ്ങനെ അടുത്ത അവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ഷാന ചേച്ചി. പിന്നെ പപ്പയും അമ്മയും ഒരു സീറ്റിലങ്ങ് ഇരിക്കുവാണ്. അടുത്തങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി. ഇതാണ് കാവ്യ. പിന്നെ അങ്ങനെ ഇതാണ് എൻ്റെ ആൻറ്റി. അങ്ങനെ എല്ലാവരുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഹായ് പറയുകയാണ്. ചേട്ടൻ അവിടെ എന്തോ തിരക്കിലിരിക്കുവാണ്, ഡ്രൈവറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളിത് ടൂർ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇനി കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ നമുക്ക് പിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ കൊല്ലം ട്രിപ്പ് പോവാൻ തുടക്കമിടുകയാണ്. ആദ്യം തന്നെ ഇസ്രായേൽ നാഥനായി പാട്ടിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ നമ്മളെല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല നമ്മളങ്ങനെ സാമ്പ്രാണിക്കൊടിയിലെത്തി. ഈ ചർച്ചിൽ അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളുടെ സാമ്പ്രാണിക്കൊടിയിലോട്ട് ഇറങ്ങി. ഇവിടെ നിന്ന് ബോട്ടിൽ വേണം പോവേണ്ടത്. ഒരാൾക്ക് 150 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിലോട്ട് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിലോട്ട് കയറി അങ്ങനെ സാമ്പ്രാണിക്കൊടിയിലോട്ട് പോവുകയാണ്. അവിടെ തന്നെ നല്ല വ്യൂസാണ്. ആ വെള്ളത്തിലിരുന്ന് പോകാനും ഒക്കെ നല്ലൊരു വൈബാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത്രയ്ക്ക് നല്ല വൈബാണ്. നമ്മൾ ഇത്രയും പേരാണ് ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. മൊത്തം 4 ബോട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കൂടെ ഒരു ബോട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ നമ്മൾ ഇത്രയും പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഐലൻഡിലോട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുവാണ് ഈ ബോട്ടിലോട്ട് പോകുന്ന യാത്ര. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കി നമുക്ക് മുന്നേ പോയി നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. അവരിപ്പോൾ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ അങ്ങനെ നമ്മളിവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം വള്ളത്തിൽ കയറി. വള്ളത്തിൽ നമ്മൾ പോവുകയാണ്. അവിടെ ഒരു 6 കിലോമീറ്ററോളം ആങ്കിൾ നമ്മളെ കൊണ്ടുപോയായിരുന്നു. ഇടയിലൂടെ കണ്ടൽ കാടുകളുടെ ഇടയിൽ കൂടെയൊക്കെ വള്ളത്തിലൂടെ പോകാൻ നല്ല രസമായിരുന്നു. ഞാൻ നേരെ വ്യൂ ഒന്നും എടുത്തില്ല. കുറേ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല. കാരണം ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കണമല്ലോ. അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാസ്കേഡ് ഐലൻഡാണിത്. അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നും നമ്മൾ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. നമ്മൾ എല്ലാവരുമായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നിറയെ മീനുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ആ പ്രകൃതി ഭംഗി. അവിടെ നിന്ന് നേരെ വീണ്ടും തിരിച്ച് ഐലൻഡിലെത്തി. ഐലൻഡിലോട്ട് പോവുകയാണ്. കാരണം അവിടെ നിന്ന് അപ്പം തന്നെ പപ്പയാണെങ്കിൽ വിളിച്ചായിരുന്നു പെട്ടെന്ന് വാ. കാരണം നമുക്കവിടെ 1 മണിക്കൂറേ സ്പെൻഡ് ചെയ്യാൻ സമയമുള്ളൂ. അപ്പം അത് കഴിഞ്ഞായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് വിളിയുന്നത്. കാരണം അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. പിന്നെ വേറെ ബോട്ട് പിടിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തായിരുന്നു ഗൈസ്. നമ്മളങ്ങനെ കാപ്പിൽ ബീച്ച് എത്തിയിരിക്കുകയാണ്. കണ്ടല്ലോ, കാപ്പിൽ ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. പറയാ നമുക്കിപ്പോ കുളിക്കാനൊക്കെ പറ്റും. ഹായ് ഗൈസ്, കാപ്പിൽ ബീച്ച്
സെറ്റാണ് ഗായ്സ്. സൂപ്പർ വ്യൂ ആണ്. സൂപ്പർ. പപ്പ വിളിക്കുവാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കടലിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ കായലിലോട്ടങ്ങ് ഇറങ്ങി. പിള്ളേരൊക്കെ കുളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കൂടെ കുളിക്കാനൊക്കെ തോന്നി. നല്ല രസമാണ്, കാരണം ആഴമില്ലല്ലോ, ചെറിയൊരു കായലല്ലേ. എൻ്റെ കസിൻസ് ആണെങ്കിൽ കയാക്ക് കയറി എക്സ്പീരിയൻസ് ചെയ്യുവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് വന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവരും ഇറങ്ങിയപ്പോൾ ഞാനും പിന്നെ ഇറങ്ങി ഗൈസ്. പിന്നെ നേരെ വീണ്ടും വണ്ടിയിൽ കയറി ഡാൻസ് വീഡിയോസാണ്. എല്ലാം തന്നെ ഡാൻസാണ്. നമ്മളെല്ലാവരും പൊളി വൈബ്സാണ്. ഈ വണ്ടി കാണും പോലെയല്ല, അതിനകത്തുള്ള ലൈറ്റ്സൊക്കെ സൂപ്പറായിരുന്നു. കാണുമ്പോൾ ചെറിയ വണ്ടിയാണെങ്കിലും സെറ്റ് വൈബാണ് അതിനകത്ത്. നല്ല സ്മോക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ എൻ്റെ അനിയത്തി, വാവച്ചി, ചേട്ടൻ, ചേച്ചിമാരെല്ലാവരും അടിച്ച്, മാമന്മാർ, കൊച്ചന്മാർ എല്ലാവരും അടിച്ച് പൊളിക്കുവാണ്. എൻ്റെ മോളുക കയറിയിരിക്കുകയാണ് ഗൈസ്. അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഓല ഓല. പിന്നെ നേരെ ശംഖുമുഖത്തെത്തി ഗൈസ്. നല്ല നിലവെട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിറച്ച ആൾക്കാരുണ്ട്. പിന്നെ ഞാനും ചേട്ടനും കൂടെ മോളുമായിട്ട് പാനിപ്പൂരിയും കടലയൊക്കെ കഴിച്ചു. എപ്പോൾ വന്നിരുന്നാലും ശംഖുമുഖത്ത് വന്ന മെയിൻ ഇതെന്ന് പറഞ്ഞാൽ പാനിപ്പൂരിയാണ് ഗൈസ്. അങ്ങനെ നമ്മളത് കഴിച്ചു. മോൾക്ക് ഉടനെ തന്നെ ഗെയിം സോണിൽ കയറണം. പിന്നെ ആ ഒരു ചെറിയൊരിതിൽ അവളെ സന്തോഷത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കളിച്ചായിരുന്നു. അതാണ് അവൾ ഈ കിടന്ന് നിരങ്ങുന്നതാണ് എൻ്റെ മോള്. കളിക്കുകയാണ്. ലാസ്റ്റ് വീണ്ടും വണ്ടിയിൽ കയറി. ഇതാണ് സ്മോക്ക് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല സെറ്റ് വൈബാണ്. നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഓൾ.